ഹലോ എവരിവൺ, എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ 2 ദിവസം പ്രകൃതിയുടെ പച്ചപ്പൊക്കെയാണ് കണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ ഉള്ള എടപ്പള്ളിയിലാണ്. ടോളിൻ്റെ അവിടെ ശരവണ ഭവനുണ്ട്, പിന്നെ അവിടെ കുറേ ബിൽഡിങ്ങുകൾ, ഹോട്ടലുകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. അപ്പുറത്ത് എക്സ്പോർട്ട് സർപ്ലസ് കൊടുക്കലുണ്ട്. അപ്പുറം കുറച്ച് മാറി അവിടെ വിശാൽ മെഗാ മാർട്ടുണ്ട്. ഒരു സിംഗിൾ ബിരിയാണിയാണ് മേടിച്ചത്, ചിക്കൻ ബിരിയാണി. ഇത് എടപ്പള്ളി ടോളാണ്, ടോൾ ജംഗ്ഷൻ. എടപ്പള്ളി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റായിട്ട് വരും. ഇപ്പോൾ മുൻപ് വെറും ഒരു ജംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ലുലു മാളൊക്കെ വന്നതിന് ശേഷം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറി. ഈ എടപ്പള്ളി ടോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോ പാർക്ക് സൈഡിലേക്കൊക്കെ പോകാൻ പറ്റും. ഇത് ആലുവയ്ക്കുള്ള റൂട്ടാണ്. മെട്രോ റെയിൽ പോകുന്നത്. പണ്ട് MG റോഡായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ കച്ചവടം ഇങ്ങോട്ട് മാറി, എടപ്പള്ളിയിലേക്ക് മാറി. ഓരോരോ ഷോപ്പുകൾ. അവിടെ നന്ദിലത്ത് ജിമാർട്ടുണ്ട്, പിട്ടാപ്പള്ളിയിലുണ്ട്. ഇവിടെ ഒരു ടെക്യുടെ ഒരു ഷോറൂമുണ്ട്. ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ ഒരു ആഡ് അവിടെ കാണാം. അവിടെ സെൻറ്റ് ജോസഫ് അല്ലേ, വിദ്യാഭവനാണ്. ഒരു മസ്ജിദ് ഇവിടെ ഉണ്ട്. IELTSൻ്റെ ഒരു കോച്ചിങ് സെൻറ്റർ അവിടെ ഉണ്ട്. റോഡ് അത്യാവശ്യം നല്ല തിരക്കുള്ളതാണ്. NH66 ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഇവിടെ വൈഡൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഓൾറെഡി ഫ്ലൈ ഓവർ ഉണ്ട്, പിന്നെ മെട്രോ റെയിലും പോകുന്നുണ്ട്. കാനയൊക്കെ നല്ല കഷ്ടമായിട്ട് കിടക്കുകയാണ്. നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ അതിനകത്തേക്ക് വീഴും. പിന്നെ ഒന്നിനും കൊള്ളില്ല. നമ്മളെ ലെൻസ് ബേ ഇഫ്താർ റെസ്റ്റോറൻ്റാണ്. ഒരു ആനവണ്ടി വരുന്നുണ്ടല്ലോ, അതെങ്ങോട്ടുള്ളതാണ്? ഫോൺ കണ്ണൂർ കുടിയാൻമല പൈതൽമല. ഒരു സൈഡിൽ കയറി പോയാലോ? ഇവിടെ എന്താ സാംസങ്ങിൻ്റെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. GC സ്റ്റോർ, ഒരു പുതിയ ബിൽഡിംഗ് വരുന്നുണ്ടല്ലോ. അവിടെ ഒരു കാർ എടുക്കണുണ്ടോ, ബലേനോ. അത് അവർ U-ടേൺ എടുത്ത് ലുലുമാളിൽ കയറാൻ വേണ്ടി. ശരി, അവിടെ നിന്ന് U-ടേൺ എടുത്ത് ലുലുമാളിലേക്ക് കയറാൻ പാടില്ല. മാരിയറ്റിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്, ലുലുമാളിൻ്റെ തൊട്ടടുത്തേക്ക് കൂടെ. ആ കോമ്പൗണ്ടിൽ തന്നെയാണ്. അതാ ലുലുമാൾ നമ്മളെ നോക്കിച്ചിരിക്കുന്നു. നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. ഞാൻ ബൈക്ക് അവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. മൈജിയുടെ ഒരു ഷോപ്പുണ്ട് അവിടെ. ഒരു കലം കൊണ്ടാണ് വെച്ചിരിക്കുന്നു. ലുലുമാളിലേക്ക് കാറുകളൊക്കെ പോകുന്നത് ഇങ്ങനെ, ബൈക്കുകൾ അതുവഴി. ഞാൻ കാണുന്ന വഴി നമുക്ക് ബൈക്കുകൾ കൊണ്ടുപോകാം. PVR, ലക്സ്, മക്ഡൊണാൾഡ്സ്. ചെടിയൊക്കെ വളർന്ന് നല്ല ഭംഗിയായല്ലോ. ലുലു മാളിൽ നിന്ന് എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലേക്കുള്ളൊരു പാത്താണത്. ഒരു ബ്രിഡ്ജ്. അതിന് താഴെ വളരെ വൃത്തിയുള്ള കനാൽ, എടപ്പള്ളി കനാൽ. ഇതിന് പേരുണ്ടല്ലോ. എന്താ അല്ലേ, ഇതൊക്കെ നന്നാക്കാൻ പാടില്ലേ? സർക്കാരിനോ അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പിനെങ്കിലും അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്ത് നന്നാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഫ്ലൈ ഓവർ പോകുന്നു. ഫ്ലൈ ഓവർ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല.
അവിടെ പോയി എല്ലാ വണ്ടിയും കൂടെ ഒന്നിക്കും. മുകളിൽ കൂടെ മെട്രോ സ്റ്റേഷൻ, അവിടെ എടപ്പള്ളി സ്റ്റേഷൻ, അത് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. നമ്മളങ്ങനെ പ്രധാനപ്പെട്ട എടപ്പള്ളി ജംഗ്ഷനിലെത്തി. ഇപ്പോൾ വൈറ്റില പോലെ തന്നെ നല്ല തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് എടപ്പള്ളി ജംഗ്ഷൻ. NH66-ഉം 544-ഉം ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് എടപ്പള്ളി ജംഗ്ഷൻ. ഇഷ്ടംപോലെ പരസ്യങ്ങൾ അവിടെ കാണാം. വണ്ടികളൊക്കെ തിരക്ക് പിടിച്ച് പോകുന്നു. ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അവിടെ റെഡാണ് കാണിക്കുന്നത്. ആ സ്ട്രെയിറ്റ് കാണുന്നത് വൈറ്റിലേക്കുള്ള റൂട്ടാണ്, ബൈപ്പാസ്. അവിടെ ഒരു ഗ്രാൻഡ് മാള്, പണ്ട് വേറെ ഏതോ ഷോപ്പായിരുന്നു, ഇമ്മാനുവലായിരുന്നു. അപ്പോൾ അവിടെ മാക്സ് ഉണ്ട്, ലാൻഡ് മാർക്കോ അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചപ്പുറം മാറി ഭീമയുടെ ജ്വല്ലറി ഉണ്ട്. പ്രീപെയ്ഡ് ഓട്ടോ അവിടെയാണ്. ഇവിടെയൊക്കെ വെള്ളം കിടക്കണുണ്ടോ? ഒരു ഇത്തിരി മഴ പെയ്താൽ മതി, ഉടനെ വെള്ളക്കെട്ടാണ്. എന്ത് ചെയ്യാം, പറയുകയല്ലാതെ അതിന് പ്രത്യേകിച്ച് വലിയ നടപടികളൊന്നും കാണാറില്ല. ഇവിടുത്തെ ബർഗർ സ്പോട്ടൊക്കെ പൂട്ടിപ്പോയല്ലോ. സെയിൻറ്റ് ജോർജ് ഹൈസ്കൂൾ. പണ്ട് എന്തോ ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഹോട്ടലാണല്ലോ, അംശ AC റൂംസ്. ഇതാണ് എടപ്പള്ളി പള്ളി. അപ്പുറത്ത് കാണുന്നതാണ് മെയിൻ സെയിൻറ്റ് ജോർജ് പള്ളി. അതൊരു വത്തിക്കാൻ പോലെ ഇരിക്കുന്നു അല്ലേ, യമണ്ടൻ പള്ളി. ക്യാമറയിൽ കൂടെ കാണുന്ന പോലെ അല്ല, അത് യമണ്ടൻ പള്ളി എന്ന് പറഞ്ഞാൽ യമണ്ടൻ പള്ളി. അത് എന്തായാലും ലുക്ക് കിടിലൻ. താഴെ സെമിട്രിയാണ്. വേ ഇൻ അതുവഴിയാണല്ലോ. തൊട്ടടുത്തുള്ളത് എന്ത് പള്ളിയാണ്? പാർക്കിംഗ് പാടില്ല, നോ പാർക്കിംഗ്. ഓക്കെ, ഇത് പുതിയ പള്ളി, അത് പഴയ പള്ളി. ആരോ കൊടുത്തിട്ടുണ്ട് ഓൾഡ് ചർച്ച്, ന്യൂ ചർച്ച്. പള്ളി സ്റ്റാളും മുകളിലാണ്. യേശുദേവൻ്റെ ഒരു സ്റ്റാച്ചു അല്ലേ അത്? ഇപ്പുറമുള്ളതാരാണോ അപ്പുറമുള്ളതാരാണോ? ആൾക്കാരൊക്കെ ഇരുന്നും കിടന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പള്ളിക്കകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല, അങ്ങനെ എടുക്കുന്നത് മോശമാണ്. ഇപ്പോൾ ഒരു മെട്രോ റെയിൽ പോയിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായാൽ. വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു പെരുന്നാളുണ്ട്. നമ്മുടെ കോഴീനെയൊക്കെ കൊണ്ടുവന്ന് അറുത്ത് ഇവിടെ വെച്ച് തന്നെ കറി ഉണ്ടാക്കി കഴിക്കുന്ന എടപ്പള്ളി പെരുന്നാൾ. നല്ല തിരക്കായിരിക്കും ആ സമയം. ഇവിടെ സെമിട്രിയാണ് ആ സൈഡിൽ. തിരിച്ച് നമ്മൾ പാലാരിവട്ട എടപ്പള്ളി റോഡിലേക്ക് നടന്ന് കയറി. മൺകലങ്ങൾ, മൺപാത്രങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കുന്നു.
ഈ മതിലുകളിൽ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് കാണുന്ന ദേഷ്യം. ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ വൃത്തികേടാക്കുക ചെയ്യുന്നത്. ആ പള്ളി ഇവിടെ എന്തൊക്കെയോ ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട്. അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ ഒന്നും. ബോളക്കുളത്ത് റെസിഡൻസി, ബോളക്കുളത്ത് കാർത്തിക റെസിഡൻസി, ബച്ചൂസ് ലോഞ്ച്. എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എറണാകുളം സൈഡിലേക്ക് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് ചങ്ങമ്പുഴ പാർക്കാണ്. ഇവിടെ കുറച്ച് ഹാർഡ്വെയർ ഷോപ്പുകളൊക്കെ ഉണ്ട്. തിരക്ക് മുഴുവൻ എടപ്പള്ളിയാണ്. എടപ്പള്ളി ജംഗ്ഷൻ, എടപ്പള്ളി ടോള്, അവിടെ നിന്ന് അങ്ങോട്ട് ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ്. പിന്നെ വരുന്നത് നമ്മുടെ കാറിൻ്റെയൊക്കെ ഷോറൂമുണ്ട്. കിയയുടെ ഒക്കെ ഉണ്ട് തോന്നുന്നു. കിയ, പോപ്പുലർ, അങ്ങനെ പലതും ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഇപ്പുറത്ത് പഴയ റോഡ് വഴി നമുക്ക് പോവാം. ചങ്ങമ്പുഴ പാർക്ക് ചുറ്റിയുള്ള റോഡ് ഒലീവ് ഹൗസാണ്. അതാ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ. നമുക്ക് അതിനകത്തേക്ക് കയറാം. എന്നിട്ട് ഇവിടുന്ന് മെട്രോയിൽ കയറി നമുക്ക് എടപ്പള്ളി പോയി ഇറങ്ങാം. തിരിച്ച് നടക്കണ്ടല്ലോ. നാഷണൽ ബിൽഡേഴ്സിൻ്റെ ഓഫീസാണല്ലോ. സ്റ്റേഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഗേറ്റ് ബിയിൽ കൂടിയാണ്. ഗേറ്റ് ബി. മെട്രോ അങ്ങ് പോകുന്നു. മെട്രോയുടെ എന്താ പറയുക, ട്രാക്ക് അങ്ങ് പോകുന്നു. ആലുവ. നമ്മൾ ആലുവ സൈഡിലേക്കല്ലേ പോകേണ്ടത്. ഇവിടെ ഒന്നും ഒരു തിരക്കില്ല കേട്ടോ. അവിടെ എന്താ കളരിപ്പയറ്റോ അതിൻ്റെ എന്തൊക്കെയോ എന്തോ വരച്ചേക്കണമല്ലോ, അല്ല വാൾപേപ്പർ ഒട്ടിച്ചേക്കുന്നതാണ്. ഓ, ഇത് സ്റ്റേഷനിലേക്ക് കുറേ നടക്കാനുണ്ടല്ലോ. യു ആർ ഹിയർ. സുൽത്താൻ ഫാമിലി അല്ലല്ലേ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. മെട്രോ റെയിലിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് താഴേക്കുള്ളത് ലുലു മാൾ കണ്ടില്ലേ. റോഡുകൾ തിരക്ക് പിടിച്ച റോഡുകൾ. അപ്പുറത്തൊരു ഫ്ലൈ ഓവർ കാണാൻ പറ്റുള്ളൂ. ഫ്ലൈ ഓവർ ആണല്ലോ അല്ലേ അത്. ബ്രിഡ്ജ് കാണാം. എടപ്പള്ളി മെട്രോ സ്റ്റേഷനും ലുലു മാളും നമ്മൾ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. ഇവിടെ എന്തൊക്കെയോ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. വള, മാല, കമ്മൽ. മാളിലേക്കുള്ള വഴി ലെഫ്റ്റിലേക്കാണ്. അവിടെ എന്താ ടേക്ക് എ ബ്രേക്ക്, ജ്യൂസൊക്കെ കിട്ടുന്ന സ്ഥലമാണല്ലേ. എന്തൊക്കെ ജ്യൂസാണുള്ളത്? ടെൻഡർ കോക്കനട്ട്, മാഗി നൂഡിൽസ്. എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലു മാളിലേക്കുള്ള എൻട്രി ആണത്. ഇതാണ് ആ ബ്രിഡ്ജ്. അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ അകത്തെത്തി. എന്നാലും അധികം നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, വേഗം തന്നെ പോകാം. ചെന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതാണേ. വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ലുലുവിൽ ഇത്രയും തിരക്ക് കണ്ടാൽ പോരാ. കൊച്ചിയിൽ വേറെ മാളുകളുണ്ടെങ്കിലും ലുലുവിൻ്റെ അത്രയും ക്രൗഡ് വേറെ ഒന്നും കിട്ടില്ല കേട്ടോ. അതാണ് ലുലു മാളിൻ്റെ ഒരു പ്രത്യേകത.
പലരും എന്നെ പോലെ വിൻഡോ ഷോപ്പിങ്ങിന് വരുന്നവരായിരിക്കാം. ലുലു കണക്റ്റിൽ കയറണമെന്നുണ്ട്, പക്ഷേ ബാഗ് കൊണ്ടുപോയി താഴെ പോയി സൂക്ഷിക്കാൻ കൊടുക്കണം. ബാഗായിട്ട് അലൗഡ് അല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം ഇല്ല, ഇപ്പം കയറുന്നില്ല. ലുലു കണക്റ്റിൻ്റെ താഴെ ലുലു ഫാഷൻ സ്റ്റോർ, അവിടെ നിന്ന് നമുക്ക് താഴേക്ക് പോയി നമ്മുടെ ബൈക്ക് പോയി എടുത്ത് നമുക്ക് വീട്ടിൽ പോകാം. തിരക്ക് മുഴുവൻ ഹൈപ്പർ മാർക്കറ്റിലാട്ടോ. ഈ ടൈമായിട്ട് എന്താ തിരക്ക് നോക്കി. നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലുലുവിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.